ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തന്റെ ആദർശങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് നേതൃത്വം നൽകിയ നേതാവിന്റെ 120ാം ജന്മദിനം റേഡിയോ പ്രക്ഷേപണത്തിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ബ്രിട്ടീഷ് വിരുദ്ധ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച നേതാവ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം വിവിധ സംഘടനകൾ ആഘോഷിച്ചു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രക്ഷോഭവുമായി മഹിളാ മോർച്ച. കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. സുഭാഷ് ചന്ദ്രബോസിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രം വളച്ചൊടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് T. സിദ്ദിഖ്. നേതാജിയുടെ 120ാം ജന്മദിനം ആഘോഷിച്ചു. ക്രിക്കറ്റിനെ അറിയാനും പഠിക്കാനും അപൂർവ അവസരം. ക്രിക്കറ്റ് സൗഹൃദം പ്രദർശനത്തിന് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തുടക്കം. വാർത്തകൾ വിശദമായി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പോലെ തന്നെയാണ് പിണറായി വിജയൻ കേരള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. മാർക്സിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ മഹിളാ മോർച്ച നേതൃത്വത്തിൽ നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. വീട്ടമ്മയെ ചുട്ടുകൊന്ന മാർക്സിസ്റ്റ് അക്രമ രാഷ്ട്രീയത്തിനെതിരെ മഹിളാ മോർച്ച നേതൃത്വത്തിൽ കോഴിക്കോട് കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകരാണ് അണിചേർന്നത്. കമ്മീഷൻ ഓഫീസിന് മുൻവശം പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലെ തന്നെയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം നൽകുന്നതെന്ന് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധാരണ അദ്ദേഹം ഇപ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് മാറിയിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ പോലെ തന്നെയാണ് അദ്ദേഹം കേരളത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ദീപ T. മണി അധ്യക്ഷം വഹിച്ചു. മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി മല്ലിക, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. നിവേദിത, BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മാസ്റ്റർ, ബിന്ദു കക്കൊടി എന്നിവർ സംസാരിച്ചു. ക്രിക്കറ്റ് സൗഹൃദം ഒരു ഇന്ത്യ ഓസ്ട്രേലിയ നയതന്ത്രം എന്ന പ്രദർശനത്തിന് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തുടക്കമായി. ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒട്ടേറെ വിലപ്പെട്ട അറിവുകൾ ലഭിക്കുന്ന പ്രദർശനം ഫെബ്രുവരി അവസാനം വരെ തുടരും. കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തുടങ്ങിയ ക്രിക്കറ്റ് കണക്റ്റഡ് ഫോട്ടോ പ്രദർശനം ഇന്ത്യ OIC സൗഹൃദം ചരിത്രവും പ്രദർശിപ്പിച്ച് ശ്രദ്ധേയമാകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന ക്രിക്കറ്റ് മത്സരങ്ങളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ അടങ്ങിയ പ്രദർശനത്തിൽ ക്രിക്കറ്റ് വീഡിയോകൾ, ക്വിസ്, പാനലുകൾ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. ചരിത്ര മുഹൂർത്തങ്ങൾ, ലോക റെക്കോർഡുകൾ, കളിക്കാരുടെ ജീവചരിത്രം തുടങ്ങി ക്രിക്കറ്റിനെക്കുറിച്ച് അറിയാൻ താൽപര്യമുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് എക്സിബിഷൻ സജ്ജമാക്കിയത്. ലാല അമർനാഥിന്റെ കീഴിൽ ടെസ്റ്റ് പരമ്പരയ്ക്കായി ആദ്യമായി ഓസ്ട്രേലിയയിലെത്തിയ ഇന്ത്യൻ സംഘം കളിക്കളത്തിലെ അപകടത്തിൽ പൊലിഞ്ഞുപോയ ഇന്ത്യയുടെ രമൺ ലാംബ, ആസ്ട്രേലിയയുടെ ഫിലിപ്പ് ഹ്യൂഗ്സ്, ക്രിക്കറ്റിലെ കറുത്ത അധ്യായമായ 2008 സിഡ്നി ടെസ്റ്റിലെ ആൻഡ്രൂ സൈമൺസ്, ഹർഭജൻ വംശീയാധിക്ഷേപ ആരോപണം, IPL ക്രിക്കറ്റിൽ ആസ്ട്രേലിയ തുടങ്ങി ഇരു രാജ്യങ്ങളുടെയും ചരിത്ര മുഹൂർത്തങ്ങൾ പ്രദർശനത്തിലുണ്ട്. ഇന്ത്യ ഓയസിസ് ക്രിക്കറ്റിലെ തിളങ്ങുന്ന താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, വീരേന്ദ്ര സെവാഗ്, രാഹുൽ ദ്രാവിഡ്, വിജയ് ഹസാരെ, ആർതർ മോറിസ്, ഡൊണാൾഡ് ബ്രാൻഡ്മാൻ, ഗ്രേഗ് ചാപ്പൽ, അലൻ ബോർഡർ, ഷെയ്ൻ വോൺ എന്നിവരെക്കുറിച്ചും പരാമർശിക്കുന്നു. ഇന്ത്യയുടെ ലോകകപ്പ് നേട്ടവും ആസ്ട്രേലിയയുടെ ചരിത്ര വിജയങ്ങളും റെക്കോർഡുകളുമെല്ലാം പ്രദർശനത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നാഷണൽ കൌൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിന് കീഴിലെ മുംബൈ നെഹ്റു സയൻസ് സെന്ററാണ്
പ്രദർശനമൊരുക്കിയത്. ഇന്ത്യയിൽ ആദ്യത്തെ പ്രദർശനം കോഴിക്കോടാണ്. ഓസ്ട്രേലിയയിൽ നടന്ന ഇന്ത്യൻ ഫെസ്റ്റിവലിലാണ് ആദ്യ പ്രദർശനം നടന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സിഡ്നി ക്രിക്കറ്റ് ഗ്രൌണ്ടിലായിരുന്നു പ്രദർശനം. രാവിലെ 10 മുതൽ വൈകിട്ട് 6 വരെയുള്ള പ്രദർശനം 28 വരെ നീണ്ടുനിൽക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രം വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നതെന്ന് DCC പ്രസിഡന്റ് ടി സിദ്ദിഖ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ രചനാത്മകമായ പ്രവർത്തന ശൈലി സൃഷ്ടിച്ച നേതാവായിരുന്നു നേതാജിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്റേതായ നിലപാടുകൾ കൊണ്ടും ആദർശങ്ങൾ കൊണ്ടും വേറിട്ട് നിന്ന നേതാവായ സുഭാഷ് ചന്ദ്രബോസിന്റെ 120ാം ജന്മദിനം DCCയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു. DCC ഓഡിറ്റോറിയത്തിൽ നടന്ന ജന്മദിനാഘോഷ പരിപാടികൾ KPCC നിർവാഹക സമിതി അംഗം KP ബാബു ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ടി സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് ജനാധിപത്യ ബോധമുള്ള ഓരോരുത്തർക്കും ആവേശം നൽകുന്നതാണെന്നും എന്നാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും സുഭാഷ് ചന്ദ്രബോസിന്റെ ചരിത്രത്തെയും വളച്ചടിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മഹാത്മാഗാന്ധിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഗാന്ധിയോട് ഏറ്റവും വലിയ ബഹുമാനവും ആദരവും സൂക്ഷിച്ച സ്വാതന്ത്ര്യ സമര ഭടനാണ് സുഭാഷ് ചന്ദ്രബോസ്. ചരിത്രത്തെ വളച്ചൊടിച്ച് ബംഗാളിൽ രാഷ്ട്രീയ അസ്തിത്വം ഉണ്ടാക്കാനുള്ളതായിരിക്കുന്ന ശ്രമം എല്ലാ രീതിയിലും എല്ലാ മേഖലകളിലും രാഷ്ട്രീയം കലർത്താനുള്ള ശ്രമം നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. EV ഉസ്മാൻ കോയ, P മുഹമ്മദ് കോയ, കളരിയിൽ രാധാകൃഷ്ണൻ, സമീഷ് പാറോപ്പടി, ഷെറിൻ ബാബു N, SK അബൂബക്കർ, C രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. UK പ്രസീദ് കുമാർ, PM അബ്ദുറഹിമാൻ, PV ബിനീഷ് കുമാർ, ജോർജ് മേച്ചേരി, അബ്ദുൾ റസാഖ്, മുഹമ്മദ് റാബിക് എന്നിവരും സന്നിഹിതരായിരുന്നു. കോഴിക്കോടിന് അഭിമാനിക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 18ാം തവണയും തുടർച്ചയായി 11ാം തവണയുമാണ് സാമൂതിരിയുടെ തട്ടകത്തിലേക്ക് സ്വർണ്ണക്കപ്പ് എത്തുന്നത്. 939 പോയിന്റ് നേടിയാണ് ചരിത്ര വിജയം കോഴിക്കോട് സ്വന്തമാക്കിയത്. 1957 ആദ്യമായി സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്നത്. 1960 കോഴിക്കോട് ജില്ല ആദ്യമായി കലാകിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് അടുത്ത കിരീടത്തിനായി 16 വർഷത്തെ നീണ്ട കാത്തിരിപ്പ്. 1976 ജില്ലയ്ക്ക് രണ്ടാമത് കിരീടം കിട്ടുന്നത്. മൂന്നാം കിരീടത്തിന് 11 വർഷം വീണ്ടും കാത്തിരുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം 1991 വീണ്ടും കിരീടം കോഴിക്കോടിനെ തേടിയെത്തിയത്. പിന്നീട് കണ്ടതെല്ലാം കോഴിക്കോടിന് കുതിപ്പായിരുന്നു. തുടർച്ചയായ 3 തവണ ജില്ല കിരീടം കൈവിട്ടില്ല. തുടർന്നുള്ള വർഷങ്ങളിലും ഇഞ്ചോടിഞ്ച് പൊരുതി. ഇടയ്ക്ക് കയ്യെത്തും ദൂരം വരെ കിരീടം തെന്നിമാറി. മറ്റു ചില വർഷങ്ങളിൽ കിരീടവും നേടി. എന്നാൽ 2007 മുതൽ കോഴിക്കോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഭരതനാട്യം, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും വേദിയിലെ ചുണക്കുട്ടികളായിരുന്നു കോഴിക്കോട്ടുകാർ. ലളിതഗാനത്തിലും ശാസ്ത്രീയ സംഗീതത്തിലുമെല്ലാം കുരുന്നുകൾ ജില്ലയുടെ അഭിമാനമായി മാറി. 2015 കോഴിക്കോട് ജില്ല സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവസാനമായി ആതിഥ്യമരുളിയത്. ആ വർഷം പാലക്കാടും കോഴിക്കോടും കിരീടം പങ്കിട്ടു. 939 പോയിന്റാണ് കോഴിക്കോടിന് ലഭിച്ചത്. പാലക്കാടാണ് രണ്ടാമത്, 936 പോയിന്റ്. ആതിഥേയരായ കണ്ണൂർ ജില്ലയിലെ കുട്ടികൾ 933 പോയിന്റുമായി 3ാം സ്ഥാനത്തായി. ഹയർ സെക്കൻഡറി കലോത്സവത്തിൽ കോഴിക്കോട് തന്നെയാണ് 1ാം സ്ഥാനത്ത്, 512 പോയിന്റ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Astor Mims, Calicut and Kotigal. We will treat you. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത്? കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു.
റിപ്പബ്ലിക് ദിനത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്ക് രോഗികളെ തെരഞ്ഞെടുക്കുന്നു. സുന്ദരം BNP പരിബാസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടക്കുക. സുന്ദരം BNP പരിബാസ് ഹോം ഫിനാൻസ് ലിമിറ്റഡ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജനുവരി 26-ന് കോൺട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കുള്ള രോഗികളെ തെരഞ്ഞെടുക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ മാനാഞ്ചിറ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ഒരുക്കുന്നത്. 35 വയസ്സിന് മുകളിലുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. തിമിര ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കോൺട്രസ്റ്റ് കണ്ണാശുപത്രിയിൽ നിന്നും ഇൻട്രാ ഓക്കുലർ ലെൻസ് വെച്ചുകൊണ്ടുള്ള ശസ്ത്രക്രിയ തികച്ചും സൗജന്യമായി നടത്തും. രോഗികൾക്കുള്ള താമസം, ഭക്ഷണം, ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപയോഗിക്കാനുള്ള മരുന്ന് എന്നിവയെല്ലാം സൗജന്യമായി ലഭിക്കും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9774444884 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണമെന്നും ജനറൽ മാനേജർ P. രമേശ്, അസിസ്റ്റന്റ് മാനേജർ KP പ്രവീൺകുമാർ എന്നിവർ പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസ് സോഷ്യൽ കൾച്ചറൽ ഫോമിന്റെ ആഭിമുഖ്യത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. വെസ്റ്റ് ഹിൽ കാശിമഠം ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു ഉദ്ഘാടനം ചെയ്തു. 1897 ഒറീസയിലെ ഖട്ടക്കിലാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വേറിട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് വീരപരിവേഷത്തിലേക്ക് ഉയർന്ന നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ യുവജനതയുടെ അനിഷേധ്യ നേതാവായി മാറിയ നേതാജിയുടെ 120-ാം ജന്മദിനം സുഭാഷ് ചന്ദ്രബോസ് കൾച്ചറൽ ഫോമിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. വെസ്റ്റ് ഹിൽ കാശിമഠം ഓഡിറ്റോറിയത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി P. വാസു ഉദ്ഘാടനം ചെയ്തു. മരിച്ചിട്ടും മരിക്കാത്ത വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നും പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹം മരണപ്പെട്ടു എന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം 1945 വിമാനാപകടത്തിൽ മരിച്ചു എന്ന് പറയുമ്പോൾ അത് മുഴുവനും തന്നെ കെട്ടുകഥകളാണെന്നും അദ്ദേഹം മരിച്ചിട്ടില്ല എന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ടായി. അദ്ദേഹത്തിൻ്റെ കൂടെ മരിച്ചു എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ, മറ്റൊരാൾ മരിച്ചിട്ടില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ വിമാന അപകടത്തിൽ മരിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ മുൻപിലുണ്ട്. അതാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ദേശഭക്തി ഗാനത്തോടെ പരിപാടിക്ക് തുടക്കമായി. AK സുഗുണൻ അധ്യക്ഷനായിരുന്നു. CP അനിൽ ബാബു അനുസ്മരണ സന്ദേശം നൽകി. അഷ്റഫ് ചേലാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്രഥമ ദേശീയ പുരസ്കാര ജേതാവ് KT അരവിന്ദാക്ഷൻ, DCC അംഗം VV ബിനീഷ് കുമാർ, മുൻ കൌൺസിലർ TS സത്യഭാമ, ജനപക്ഷ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം റുഖിയ BV, RK വേലായുധൻ എന്നിവർ സംസാരിച്ചു. MC ബാബു, K ശോഭന എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ ശിശുക്ഷേമം സംബന്ധിച്ച പത്ര ദൃശ്യ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പരമ്പരയ്ക്കും വാർത്താ ചിത്രത്തിനും പത്ര ടെലിവിഷൻ റിപ്പോർട്ടിംഗിനുമാണ് അവാർഡ്. ജനുവരി 26-ന് എറണാകുളത്ത് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ശിശുക്ഷേമം, ശിശുവിദ്യാഭ്യാസം, കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് 2015 സംസ്ഥാനതല പത്ര ദൃശ്യമാധ്യമ അവാർഡുകൾ നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ കേരള റീജിയൻ പ്രഖ്യാപിച്ചു. മികച്ച പത്രപരമ്പരയ്ക്കുള്ള അവാർഡിന് റൂബിൻ ജോസഫ്, സന്തോഷ് ജോൺ തുവൽ, മികച്ച പത്ര വാർത്താ ചിത്രത്തിനുള്ള അവാർഡിന് C. അരുൺകുമാർ, മികച്ച പത്ര റിപ്പോർട്ടിംഗിനുള്ള അവാർഡിന് പൂജ P. നായർ, മികച്ച ടെലിവിഷൻ റിപ്പോർട്ടിംഗിനുള്ള അവാർഡിന് ജെയ്സൺ മണിയങ്കാട് എന്നിവർ അർഹരായി. 10,001 രൂപ ക്യാഷ് അവാർഡും മൊമന്റോയും സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന പുരസ്കാരം ജനുവരി 26-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുൻ കേന്ദ്രമന്ത്രി KV തോമസ് MP സമ്മാനിക്കും. സംഘടന നൽകിവരുന്ന 10ാമത്തെ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നും അരുൺ P. ബാലൻ, ശില്പ വെള്ളാട്ടുപുത്തൻ എന്നിവർ പറഞ്ഞു. വിദ്വാൻ CS നായരുടെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ MT വാസുദേവൻ നായർ കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനന് നൽകി പ്രകാശനം നിർവഹിച്ചു. സാഹിത്യത്തിന്റെ സമഗ്രമായ വളർച്ചയ്ക്ക് സൃഷ്ടിയും ആസ്വാദനവും നിരൂപണവും ഒരുപോലെ വികസിക്കേണ്ടതുണ്ടെന്ന് MT വാസുദേവൻ നായർ പറഞ്ഞു. വിദ്വാൻ CS നായരുടെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമായ പലതും കുറേക്കാലം കഴിയുമ്പോൾ വിസ്മരിക്കപ്പെടുന്നു. നമ്മുടെ ഭാഷയുടെ നഷ്ടപ്പെട്ടു പോകുന്ന കണ്ണികളെ തിരിച്ചെടുക്കുക എന്നത് ഭാഷയുടെ വികസനത്തിന് ആവശ്യമാണെന്നും MT കൂട്ടിച്ചേർത്തു. ഈ പഴയ കൃതികളോട് നമ്മുടെ ചരിത്രത്തിനെ അവഗണിക്കാൻ, അത് നിലനിർത്തുക എന്നുള്ളതിൻ്റെ ആവശ്യം നമ്മുടെ ചരിത്രത്തെപ്പറ്റി ബോധവാന്മാരായിരിക്കുക, സാഹിത്യ ചരിത്രമായാലും. അതുകൊണ്ട് CS നായരുടെ ലേഖനങ്ങൾ ഇങ്ങനെ ഒരു സമാഹാരമായിട്ട് പ്രസിദ്ധീകരിക്കാൻ അതിന് അതിൽ ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവരോട് നമ്മൾ നന്ദി പറയുന്നു.
വിദ്വാൻ CS നായർ സ്മാരക സമിതിയുടെയും കേരള സാഹിത്യ സമിതിയുടെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KP കേശവമേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരി P. വത്സല അധ്യക്ഷം വഹിച്ചു. MT വാസുദേവൻ നായർ പുസ്തകം പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ KP മോഹനൻ ആദ്യപ്രതി ഏറ്റുവാങ്ങി. KP ശങ്കരൻ പുസ്തകം പരിചയപ്പെടുത്തി. ചാത്തനാത്ത് അച്യുതൻ ഉണ്ണി, MN കാരശ്ശേരി, KM അനിൽ, C. രാജേന്ദ്രൻ, UP ബാലമേനോൻ എന്നിവർ സംസാരിച്ചു. 1942 മരിച്ച വിദ്വാൻ CS നായർ അന്നത്തെ ആനുകാലികങ്ങളിൽ എഴുതിയ ലേഖന സമാഹാരമാണ് വിദ്വാൻ CS നായർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിച്ചത്. വള്ളത്തോൾ വിദ്യാപീഠമാണ് പ്രാസാദകർ. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ വിലക്കിഴിവും സമ്മാനങ്ങളും. 20,000 രൂപയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കൊപ്പം ഒരു സ്വർണ്ണ നാണയം സമ്മാനം. എല്ലാ പർച്ചേസിനും ഒരു സമ്മാനം ഉറപ്പ്. ബിഗ് എക്സ്ചേഞ്ച്. നിങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിവാങ്ങുവാൻ സുവർണാവസരം. വജ്രാഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ അതിശയിപ്പിക്കുന്ന ആനുകൂല്യങ്ങളുമായി ടെൻഷൻ ഫ്രീ അഡ്വാൻസ് ബുക്കിംഗ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. Astor Mims, Calicut and Kotico. We will treat you. ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത്? കണ്ണട മറന്നോ? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്? എവിടെ പോയി കണ്ണട? പില്ലോന്റെ അടിയിൽ ആരെ? ഈ കണ്ണട കാണാൻ നല്ല ഭംഗിയുണ്ട്. വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും. ഹാപ്പി ആനിവേഴ്സറി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന ഉപഭോക്തൃവേദിയുടെ സിൽവർ ജൂബിലി ആഘോഷം ജനുവരി 25 നടക്കും. നളന്ദ ഓഡിറ്റോറിയത്തിൽ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സിൽവർ ജൂബിലി അവാർഡ് പത്മശ്രീ ഡോക്ടർ A. മാർത്താണ്ഡപിള്ളയ്ക്ക് സമ്മാനിക്കും. സംസ്ഥാന ഉപഭോക്തൃവേദി സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ജനുവരി 25 വൈകുന്നേരം 4 മണിക്ക് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് സാമൂതിരി KC ഉണ്ണി അനുജൻ രാജ ഭദ്രദീപം കൊളുത്തും. ആതുര സേവന രംഗത്തെ മികച്ച സേവനങ്ങൾക്കുള്ള സിൽവർ ജൂബിലി അവാർഡ് പത്മശ്രീ ഡോക്ടർ A. മാർത്താണ്ഡപിള്ളയ്ക്ക് PV ചന്ദ്രൻ നൽകും. വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ കബീർ ഷാ, P. ശാന്തി, നാസർ നല്ലോളക്കണ്ടി, PK വിശ്വംഭരൻ, ഉപേന്ദ്രമേനോൻ എന്നിവർക്കും ഉപഭോക്തൃവേദി അവാർഡുകൾ സമ്മാനിക്കും. ഐഡിയ സ്റ്റാർ സിംഗർ ജേതാവും പിന്നണി ഗായകനുമായ ദീപകിന്റെ സംഗീത സായാഹ്നവും ഉണ്ടായിരിക്കുമെന്ന് വത്സൻ നെല്ലിക്കോട്, അഡ്വക്കേറ്റ് K. ബെന്നി ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വായനശാലകൾ പ്രാദേശിക സർവകലാശാലകളാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി വേങ്ങേരി നേതാജി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ 70ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. 1948 സ്ഥാപിതമായ നേതാജി റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ഈ വർഷം ജനുവരി 22 മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് 70ാമത് വാർഷികം ആഘോഷിക്കുന്നത്. വേങ്ങേരിയിലെ കലാ സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ലൈബ്രറിയുടെ 70ാം വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിച്ചു. നാട്ടിലെ നന്മ വിതയ്ക്കുന്ന, വിജ്ഞാനം പകർന്നു നൽകുന്ന, അറിവുകളുടെ കേന്ദ്രമായ ഒരു പ്രാദേശിക സർവകലാശാല എന്ന രീതിയിൽ നമുക്കൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയുന്നത് തീർച്ചയായും ഇതുപോലുള്ള വായനശാലകളെയാണ്. ആ വായനശാലകളെ ആരാണോ ആരംഭിച്ചത് അവരോടടുത്ത് നിന്ന തലമുറയിലെ ആളുകളോ തന്നെ നടത്തിക്കൊണ്ടുപോകണം എന്ന രീതിയിൽ യുവതലമുറ ഇവിടെ എന്നല്ല എവിടെയും പകച്ചു നിൽക്കുന്നത് കാണാൻ കഴിയും. നേതാജി സഭാമന്ദിരം ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ MT ദിനേശൻ അധ്യക്ഷം വഹിച്ചു. കൌൺസിലർമാരായ U. രജനി, PM സുരേഷ് ബാബു, P. ബിജുലാൽ, K. രതിദേവി, താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി V. സുരേഷ് ബാബു, നേതാജി സേവാമന്ദിരം പ്രസിഡന്റ് PP. ഗോപാലകൃഷ്ണൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ PK. ഭാസ്കരൻ നായർ, ജനറൽ കൺവീനർ P. വിനയൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. യുവതാര കോട്ടൂളി നേതൃത്വത്തിൽ കോഫി ഷോപ്പിൽ അല്പനേരം ഇരുന്നപ്പോൾ ഹോം ഓഫ് ലവിലെ അന്തേവാസികൾക്ക് അത് പുതിയൊരു അനുഭവമായിരുന്നു. പരിചയമില്ലാത്ത ഭക്ഷണങ്ങൾ ചിരപരിചിതർക്കൊപ്പം പാട്ടുപാടിയും കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് ഇവർ കഴിച്ചത്. യുവധാര കോട്ടൂളിയുടെ ആഭിമുഖ്യത്തിലാണ് ഹോം ഓഫ് ലവിലെ അന്തേവാസികൾക്കായി ചേവായൂരിലെ കോഷി ട്രൈബിൽ
കോഫി ഷോപ്പിൽ അല്പനേരം എന്ന മധുര സായാഹ്നം ഒരുക്കിയത്. സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗത്തിന് പുതിയ ജീവിത കാഴ്ചകൾ നൽകുകയാണ് കോഫി ഷോപ്പിൽ അല്പനേരം എന്ന പരിപാടിയിലൂടെ സംഘാടകർ ഉദ്ദേശിച്ചത്. പ്രമോദ് കോട്ടുളി പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. ആധുനികമായ സംവിധാനമാണ്. പാട്ടുകൾ കേൾക്കാം. ഇവിടെ അമ്മമാർക്ക് കൂടി അവകാശപ്പെട്ടതാണ്, രക്ഷിതാക്കൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. ഈ നാടിന്റെ നന്മ എല്ലായിടത്തും ഉണ്ട് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് യുവതാര കോട്ടൂളി ഏറെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഹോം ഓഫ് ലവിലെ ആളുകളുമായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതൊരു പുതിയ സമൂഹത്തിന് മുന്നിലേക്ക് ഒരു പുതിയ വാതിലുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചായയും 4 മണി പലഹാരവും നൽകിയാണ് അന്തേവാസികളെ സ്വീകരിച്ചത്. പാട്ടുപാടിയും മിമിക്രി അവതരിപ്പിച്ചും അന്തേവാസികൾ അവരുടെ സായനം മനോഹരമാക്കി. നിന്റെ തേച്ചോരും ചുണ്ടിലെന്തേ കോട്ടൂളി ഹോം ഓഫ് ലവിലെ 37 അന്തേവാസികളാണ് സായനത്തിൽ പങ്കാളികളായത്. സിസ്റ്റർ ശോഭ, യുവധാര കോട്ടൂളിയുടെ ഭാരവാഹികളായ പ്രമോദ് കോട്ടൂളി, പിങ്കി പ്രമോദ്, ടി സുമൻജിത്ത്, MJ സുജോ, കോഫി ട്രൈബ് ഉടമകളായ മുഹമ്മദ് റിയാസ്, മുഹമ്മദ് നിയാസ്, നടൻ ബിയോൺ എന്നിവർ നേതൃത്വം നൽകി. റെസിഡൻസ് അസോസിയേഷനുകളുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്ന് റൂറൽ പോലീസ് ചീഫ് പുഷ്കരൻ. മാങ്കാവ് പാറക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ 9ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ കലാപരിപാടികളും അരങ്ങേറി. മാങ്കാവ് പാറക്കുളം റെസിഡൻസ് അസോസിയേഷന്റെ 9ാമത് വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ കളത്തിൽ പറമ്പിൽ നടന്നു. ശ്രീധരൻ നായർ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ റൂറൽ പോലീസ് ചീഫ് പുഷ്കരൻ ഉദ്ഘാടനം നിർവഹിച്ചു. റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പർമാരൊക്കെ നല്ല സ്നേഹത്തോടും ഐക്യത്തോടും സഹകരണത്തോടും കൂടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയും. അതിൽ ഉപരിയായിട്ട് സ്വാഗതം വരുകയ അദ്ദേഹം ഈ ഒരു അസോസിയേഷന്റെ ഇന്നത്തെ 9ാമത്തെ വാർഷികത്തിലെ മിസ്റ്റർ ശശിക്ക് ഒരു അനുമോദന ദിവസം കൂടി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശശിധരൻ, താങ്കള് നാടിനോട് കാണിക്കുന്ന സ്നേഹത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു യഥാർത്ഥമായിട്ടുള്ള അല്ലെങ്കിൽ അവനവന്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. സെക്രട്ടറി ചെമ്പയിൽ രഞ്ജിത്ത് കുമാർ, കൌൺസിലർ മനക്കൽ ശശി, ഈസ്റ്റ് പാറക്കുളം റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി മണികണ്ഠൻ, വിനോദ് കുമാർ, ഹമീദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനൊന്നു നോക്കി, അവൾ എന്നെയും നോക്കി, 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. അച്ഛന്റെ ആത്മാവുറങ്ങുന്ന മണ്ണിലെന്നന്തി തിരികൾ തുറന്നതില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രക്ഷോഭവുമായി മഹിളാ മോർച്ച. കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. സുഭാഷ് ചന്ദ്രബോസിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രം വളച്ചൊടിക്കാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് T സിദ്ദിഖ്. നേതാജിയുടെ 120ാം ജന്മദിനം ആഘോഷിച്ചു. ക്രിക്കറ്റിനെ അറിയാനും പഠിക്കാനും അപൂർവ അവസരം. ക്രിക്കറ്റ് സൗഹൃദം പ്രദർശനത്തിന് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kotikal. We will treat you